സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ക്വാണ്ടം ഡോട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കാർബൺ നാനോ ട്യൂബ്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ സിന്തസിസ്, അതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്വാണ്ടം ഡോട്ട്സ് ആണ്. അപ്പൊ എന്താണ് ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ടൈനി സെമി കണ്ടക്ടേഴ്സ്. ഒരു ടൈനി സെമി കണ്ടക്ടേഴ്സ് ആണ്. അവരുടെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് 2 to 10 നാനോമീറ്റേഴ്സ് റേഞ്ചിൽ വരുന്നതാണ് ഈ എന്താ പറയാ ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോ അടുത്തത് വരുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ്, അതായത് ഈ ക്വാണ്ടം ഡോട്ട്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ഹാവ് യുണീക്ക് ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, ദേ ഹാവ് യുണീക്ക് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് വരുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ക്വാണ്ടം കൺഫൈൻമെന്റ്. ഈ ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ഡിഫറെന്റ് കളേഴ്സ് അതിന് വരുന്നതും പല പല പ്രോപ്പർട്ടീസ് നമുക്ക് അതിനകത്ത് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ മെയിൻലി ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് there are 3 different types of properties that we are mainly focusing on. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. എന്താണ് ക്വാണ്ടം കൺഫൈൻമെന്റ്? അതായത് നമുക്ക് കൺഫൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് ഒരു എന്താ പറയാ, ഒരു ബോക്സിനകത്ത് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്ത് കുറച്ച് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ പറയാം, അല്ലെങ്കിൽ കുറച്ച് കൺഫൈൻഡ് ആയിട്ട് നിൽക്കുക എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ആക്ച്വലി ഈ ക്വാണ്ടം ഡോട്ട്സ് ദേ ഹാവ് ഇലക്ട്രോൺസ് ഇൻസൈഡ് ദം അല്ലെ. അതായത് ഈ ഇലക്ട്രോൺസ് പറയുമ്പോൾ ദേ ആർ ഓഫ് ഡിഫറെന്റ് എനർജീസ് അല്ലെ. അപ്പൊ ഇതിനകത്ത് എ ബൗണ്ട് പെയർ ഓഫ് എൻ ഇലക്ട്രോൺ ആൻഡ് എ ഹോൾ, അതിനെയാണ് എക്സൈറ്റൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഇലക്ട്രോൺസ് ഉണ്ടാവും, ഹോൾസ് ഉണ്ടാവും, എല്ലാം ഉണ്ട് ഈ ക്വാണ്ടം ഡോട്ട്സിനകത്ത്. അപ്പൊ ഈ ഇലക്ട്രോണും ഹോളും തമ്മിലുള്ള ഒരു ഒരു ആവറേജ് സെപ്പറേഷൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അതിനെ നമ്മൾ എക്സൈറ്റൻ ബോർ റേഡിയസ് എന്ന് പറയുന്നത്. അതായത് ഓരോ മെറ്റീരിയൽസിനും ഈ ഒരു റേഡിയസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ ആക്ച്വലി ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് കൺഫൈൻമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇലക്ട്രോൺസ്, അതായത് നമുക്കറിയാം ഇപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഈ 2 to 10 നാനോമീറ്റർ റേഞ്ചിൽ വരുന്നതാണ് ഈ ക്വാണ്ടം ഡോട്ട്സിന്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇത്രയും ചെറുതായതുകൊണ്ട് എന്താ സംഭവിക്കാം? ഇവർക്ക് എനർജി ലെവൽസ് ഉണ്ട്. അതായത് നമുക്കറിയാം ഇലക്ട്രോൺസ് ദേ പോസസ് ഡിഫറെന്റ് എനർജി ലെവൽസ് അല്ലെ. ഓരോ മെറ്റീരിയൽസിനും അവർക്ക് ഓരോ എനർജി ലെവൽസ് കാണും. ഓരോ എലമെന്റ്സിന് അവർക്ക് അവരുടേതായ എനർജി ലെവൽസ് കാണും. അപ്പൊ അതുപോലെ തന്നെ ക്വാണ്ടം ഡോട്ട്സിനും അവർക്ക് അകത്തുള്ള ഇലക്ട്രോൺസ് ദേ പോസസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജി ലെവൽസ്. ഈ എനർജി ലെവൽസ്, അപ്പൊ ഈ ക്വാണ്ടം ഡോട്ട്സ് പറയുമ്പോൾ സ്മോൾ സൈസ് ആയതുകൊണ്ട് എന്ത് പറ്റും? സൈസ് ചെറുതായതുകൊണ്ട് അവരുടെ എനർജി ലെവൽസ് കുറവായിരിക്കും വരുന്നത്. അങ്ങനെ കുറയും തോറും എന്ത് പറ്റും? അതിന് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടായിരിക്കും ഇലക്ട്രോൺസ് നിൽക്കുന്നത്. അതിനെയാണ് ആക്ച്വലി ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. അതായത് അവരുടെ എനർജി ലെവൽസ് എന്താ? ഡിസ്ക്രീറ്റ് ആയിരിക്കും. അതായത് ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറ്റാം? അത് കണ്ടിന്യൂസ് അല്ല. അപ്പൊ അതിനെയാണ് നമ്മൾ, ആ ഒരു ഫിനോമിനയാണ് ആക്ച്വലി ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ഇതിനകത്ത് when the semiconductor size is comparable to the excitant Bohr radius, energy levels become discrete. അതായത് അത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ അതിനെയാണ് അതായത് നമ്മളൊരു നോർമൽ ബൾക്ക് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിലും അതിന്റെ സൈസ് കുറഞ്ഞ ഒരു നാനോ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിലും ഇലക്ട്രോൺസിന് കൂടുതൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഏതിലാണ്? ബൾക്കിനകത്തായിരിക്കും കൂടുതൽ മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇവിടെ കണ്ടോ, ബൾക്ക് സെമി കണ്ടക്ടേഴ്സിൽ അതിന്റെ ക്രിസ്റ്റൽ സൈസ് എന്തായിരിക്കും? ഈ എക്സൈറ്റന്റ് ബോർ റേഡിയസിനെ കാട്ടിലും കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് എനർജി ലെവൽസ് എന്താ? കണ്ടിന്യൂസ് ആയിരിക്കും. ആ ഒരു കേസിൽ കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ക്വാണ്ടം ഡോട്ട്സിന്റെ എഫക്റ്റ് എടുക്കുക, അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽ സൈസ് എടുക്കുകയാണെങ്കിൽ അവിടെ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻ നടക്കുന്നുണ്ട്. അതിനെയാണ് ആക്ച്വലി ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ അടുത്ത അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോയിന്റ് ആണ് ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് അഫക്ട്സ് ദ മെറ്റീരിയൽസ് അബ്സോർപ്ഷനും ആൻഡ് എമിഷൻ ഓഫ് ലൈറ്റ്. അതായത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന അനുസരിച്ചാണല്ലോ, അതായത് ഇലക്ട്രോൺസ് ലൈറ്റ് അബ്സോർബ് ചെയ്തു, അത് എക്സൈറ്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോഴാണ് അത് എനർജി റിലീസ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ലൈറ്റ് പല കളേഴ്സ് ആയിട്ട് അതിനെ കാണാൻ പറ്റുന്നത്. അപ്പൊ അത് കുറച്ചും കൂടെ ആ മെറ്റീരിയലിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താ, ക്വാണ്ടം കൺഫൈൻമെന്റ് ആയിരിക്കും. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഈ ട്യൂണബിൾ എമിഷൻ എന്ന് പറയുന്നത്. അത് ട്യൂണബിൾ എമിഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കാണുന്ന ക്വാണ്ടം ഡോട്ട്സിന്റെ പല സൈസിലുള്ള ക്വാണ്ടം ഡോട്ട്സ്, അതായത് പല എന്താ കളേഴ്സ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ ഒരു കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ സൈസിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് വരുന്നത്. അതായത് ഇവിടെ നമുക്ക് ഈ ക്വാണ്ടം ഡോട്ട്സിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ അതിന്റെ സൈസ് അല്ലെങ്കിൽ കോമ്പോസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് അതിന്റെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന് വ്യത്യാസം വരും. അതാണ് പറയുന്നത്. അപ്പൊ ഇതൊരു സൈസ് ഡിപ്പെൻഡന്റ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് അതിന്റെ സൈസും കോമ്പോസിഷനും നമുക്ക് ട്യൂൺ ചെയ്യാം, നമ്മളുടെ രീതിക്ക് നമുക്ക് അതിനനുസരിച്ച് അതിനെ ആക്കിയെടുത്ത് ട്യൂൺ ചെയ്ത് നമുക്ക് എമിറ്റ് ചെയ്യാൻ പറ്റും. അത് ഡിഫറെന്റ് കളേഴ്സ് അത് പ്രോസസ് ചെയ്യും. അതായത് ഇപ്പൊ സ്മോളർ ക്വാണ്ടം ഡോട്ട്സ് ആണെങ്കിൽ എന്തായിരിക്കും, ഷോർട്ടർ വേവ് ലെങ്ത് ആയിരിക്കും, അതായത് അവർ തരുന്നത് ബ്ലൂ ലൈറ്റ്. ലാർജർ ക്വാണ്ടം ഡോട്ട്സ് ആണെങ്കിൽ എന്താ, ലോങ്ങർ വേവ് ലെങ്ത്, വിൽ ഹാവ് റെഡ് ലൈറ്റ്. അപ്പൊ ഇതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് ഇറ്റ് ഇസ് യൂസ്ഫുൾ ഇൻ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ഡിസ്പ്ലേസ് ബയോ ഇമേജിംഗ് പർപ്പസ്. ഇതാണ് ഈ ക്വാണ്ടം ഡോട്ട്സിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഒപ്റ്റോ ഇലക്ട്രോണിക്സിലും, അതായത് ഈ LED അതൊക്കെ ഡിസ്പ്ലേസ് LED വരുന്ന സംഭവം, അതിനകത്ത് ബയോ ഇമേജിംഗ്, പിന്നെ അതിലെങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് നമ്മൾ ആപ്ലിക്കേഷനിൽ നമ്മൾ പഠിക്കും. ഇതാണ് അതിന്റെ ട്യൂണബിൾ എമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഈ ട്യൂണബിൾ എമിഷൻ വർക്ക്ഔട്ട് ആകുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ കണ്ടീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ റിയാക്ഷൻ, അതായത് ബൈ വേരിയിങ് ദർ സിന്തസിസ് കണ്ടീഷൻസ്. നമ്മൾ ഈ ക്വാണ്ടം ഡോട്ട്സ് നമ്മൾ സിന്തസൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ഒരു വേരിയേഷൻസ് വരുത്തും. ഏതെങ്കിലും ചില ഫാക്ടേഴ്സിൽ നമ്മളോട് വേരിയേഷൻ, അതായത് ഒന്നെങ്കിൽ ടെമ്പറേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് ടൈം പീരീഡ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതിനനുസരിച്ച് അതാണ് അവിടെ കോമ്പോസിഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലേതെങ്കിലും ഒരെണ്ണത്തില് നമ്മൾ വ്യത്യാസം വരുത്തുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഈ എമിഷന് വ്യത്യാസം വരും. അതാണ് ഈ ട്യൂണബിൾ എമിഷൻ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഹൈ ഫോട്ടോ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈ ഫോട്ടോ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായത് ഫോട്ടോ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്വാണ്ടം ഡോട്ട്സ് കുറേ നേരത്തേക്ക് ഗ്ലോ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈം, ടൈം പീരീഡ് ആയിട്ട് നമ്മൾ പറയുന്നില്ല, ഇതിനകത്ത് നമ്മൾ എത്ര നേരം അതിനിങ്ങനെ ഗ്ലോ ചെയ്ത് നിർത്താൻ പറ്റും, അതിനെയാണ് ആ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടം ഡോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു നാനോ മെറ്റീരിയലിനെ, അതായത് ഏതൊരു കണ്ടീഷനിലാണേലും അത് ഫെയ്ഡ് ആകാണ്ട് എത്ര നേരം അത് അങ്ങനെ നിൽക്കാൻ പറ്റുന്നു, അതിനാണ് ഈ ഫോട്ടോ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വാണ്ടം ഡോട്ട്സിന് ഫോട്ടോ സ്റ്റെബിലിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് നമ്മൾ കുറെ നേരം നമ്മൾ ലൈറ്റിനെ എക്സ്പോസ് ചെയ്ത് നിർത്തിയാലും അത് അങ്ങനെ അതിന്റെ ലൈറ്റ് ഗ്ലോ ചെയ്ത് അങ്ങനെ തന്നെ തിളങ്ങി നിൽക്കും. അതായത് ഇറ്റ് പ്രിവെന്റ്സ് ലോസ് ഓഫ് ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ ഓവർ ടൈം. പിന്നെ അതിന്റെ പേർപ്പസ് എന്താ, ബയോളജിക്കൽ ഇമേജിംഗ് ഡിസ്പ്ലേസിലൊക്കെ കൂടുതൽ അവിടെ ആപ്ലിക്കേഷൻസ്, കാരണം എന്താ, ഫോർ ലോങ് ലാസ്റ്റിംഗ് ബ്രൈറ്റ് എമിഷൻ, അതിനാണ് അവിടെ വരുന്നത്. പിന്നെ വരുന്നത് അതിന്റെ കോർ ഷെൽ ഡിസൈൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അതായത് ഈ ഒരു മെറ്റീരിയലിന്റെ കോർ ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ ഒരു ഷെൽ ഔട്ടർ ഷെൽ കവറിങ് ഉണ്ടാവും, അതിനാണ് ഈ കോർ ഷെൽ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷെൽ ഇറ്റ് ആക്ടേഴ്സ് എന്താ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഇപ്പൊ അതിന്റെ ഓക്സിജനിൽ നിന്നുള്ളൊരു എഫക്റ്റ്, ഈ ഡീഗ്രഡേഷൻ പർപ്പസ്, അതിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ കോർ ഷെൽ ഡിസൈൻ. അപ്പോൾ ഇതിന്റെ പ്രിസൈസ് ഫോം ആണ്, അതായത് 3 പ്രോപ്പർട്ടീസിന്റെ ജസ്റ്റ് ഒരു 1 ലൈൻ സംഭവമാണ്. അതായത് ക്വാണ്ടം കൺഫൈൻമെന്റ് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, ട്യൂണബിൾ എമിഷനും ഹൈ ഫോട്ടോ സ്റ്റെബിലിറ്റി എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഷോർട്ട് രീതിക്ക് ഞാൻ എഴുതിയേ ഉള്ളൂ.
അടുത്തത് വരുന്നതാണ് നമ്മുടെ സിന്തസിസ് ഓഫ് സെമി കണ്ടക്ടർ ക്വാണ്ടം ഡോട്ട്സ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു നാനോ മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതായത് ടോപ്പ് ഡൗണും ബോട്ടം അപ്പ് അപ്രോച്ച്, രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്കറിയാം പല ഫിസിക്കൽ കെമിക്കൽ പ്രോസസ്സുകൾ ത്രൂ ആണ്, അല്ലെങ്കിൽ ഗ്രീൻ സിന്തസിസ് വഴി പല സിന്തസിസ് വഴിയും നമുക്ക് ഈ നാനോ മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ക്വാണ്ടം ഡോട്ട്സ് ആകാൻ വേണ്ടിയിട്ട് സോ ക്വാണ്ടം ഡോട്ട്സ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കൊളോയിഡൽ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കൊളോയിഡൽ സിന്തസിസ്? നമ്മൾ ഇനിയിപ്പോൾ അത് നോക്കാൻ പോവാണ്. കൊളോയിഡൽ സിന്തസിസ് എന്താണ്, അതിനകത്ത് ഇൻവോൾവ് ആകുന്ന ഫാക്ടേഴ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൊളോയിഡൽ സിന്തസിസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, അതൊരു സൊല്യൂഷൻ ബേസ്ഡ് കെമിക്കൽ മെത്തേഡാണ് ടു പ്രിപ്പയർ എന്താണ് ക്വാണ്ടം ഡോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള നമുക്കൊരു മെത്തേഡാണ് ഇത്. ഒരു സൊല്യൂഷൻ ബേസ്ഡ് കെമിക്കൽ മെത്തേഡ്. അത് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ആകുന്നതാണ് നോക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇൻവോൾവ് ആകുന്ന 3 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രീകേഴ്സേഴ്സ് ഹീറ്റഡും ന്യൂക്ലിയേഷൻ, അതായത് പ്രീകേഴ്സേഴ്സ് ഇൻവോൾവ് ആണ്, ന്യൂക്ലിയേഷൻ ഉണ്ട്, ലാസ്റ്റ് ഗ്രോത്ത്. ഈ 3 പ്രോസസ്സുകളാണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത്. എന്നിട്ട് അതിന്റെ മെത്തേഡുകൾ ആപ്ലിക്കേഷനാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ. അതായത് ഫസ്റ്റ് വൺ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് പ്രീകേഴ്സേഴ്സ്, സെക്കൻഡ് ഇസ് ന്യൂക്ലിയേഷൻ, അടുത്തത് ഗ്രോത്ത് ഫേസ്, ടെർമിനേഷൻ, പ്യൂരിഫിക്കേഷൻ. ഇത് ഇത്രയുമാണ് സ്റ്റെപ്സ് ഇൻവോൾവ്. കൊളോയിഡൽ സിന്തസിസിനകത്ത് നമ്മൾ നോക്കുന്ന സ്റ്റെപ്പുകൾ ഇൻവോൾവ് ആകുന്നത് ഇത്രയാണ് സ്റ്റെപ്പുകളുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളത് ആപ്ലിക്കേഷൻസ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ സ്റ്റെപ്പുകളിലേക്ക് പോകാം. ഓക്കെ, ഓക്കെ. സോ ഞാൻ മറ്റേ PDF ഓഫ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് ബോർഡാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റേതിനകത്ത് ഞാൻ ജസ്റ്റ് PDF-നകത്ത് സ്റ്റെപ്പുകൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തത്. കാരണം ടെക്സ്റ്റിനകത്ത് ഓൾറെഡി അത് പോയിന്റ് വൈസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ അതിനകത്ത് ആഡ് ചെയ്തില്ല. ബിക്കോസ് ടെക്സ്റ്റിനകത്തുള്ള പോയിന്റ്സ് തന്നെ എഴുതിയാൽ മതി. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല, അത് മനസ്സിലാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാണ്. സോ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു കൊളോയിഡൽ സിന്തസിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാണ്ടം ഡോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ക്വാണ്ടം ഡോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ക്വാണ്ടം ഡോട്ട്സ് പ്രിപ്പറേഷൻ. ഇതിനകത്ത് നമുക്കറിയാം ഇതിനകത്ത് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഇതിനകത്ത് ഇൻവോൾവ്. നമ്മൾ എന്തുകൊണ്ട് കൊളോയിഡൽ സിന്തസിസ് എടുക്കുന്നത്? ബിക്കോസ് അത് ഹൈ ക്വാളിറ്റി ക്വാണ്ടം ഡോട്ട്സ് തരാനായിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കൊളോയിഡൽ സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താ? കൊളോയിഡൽ സിന്തസിസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ്. കൊളോയിഡൽ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാണ്ടം ഡോട്ട്സ് പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഇത് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ?
പ്രീകേഴ്സേഴ്സ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ഇതിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പ്രീകേഴ്സേഴ്സ്. അതായത് നമ്മൾ പ്രീകേഴ്സേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ പ്രീകേഴ്സേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രീകേഴ്സേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൊളോയിഡൽ സിന്തസിസ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സംഭവം ഏതാണ്? പ്രീകേഴ്സർ. ഓക്കെ, ഫസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് പ്രീകേഴ്സർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീകേഴ്സറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിവിടെ 2 പ്രീകേഴ്സേഴ്സ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഒന്ന് മെറ്റൽ പ്രീകേഴ്സറും മറ്റേത് വരുന്നത് ചാൽക്കോജനൈറ്റ് പ്രീകേഴ്സറുമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആക്ച്വലി വേണ്ടുന്നത് എന്താ? മെറ്റൽ ചാൽക്കോജനൈറ്റ് പ്രീകേഴ്സർ. ഇതാണ് നമുക്ക് ഉണ്ടാക്കേണ്ട പ്രീകേഴ്സർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു മെറ്റലും വേണം, ചാൽക്കോജനൈഡ് വേണം. ഇപ്പൊ ചാൽക്കോജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 16 എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനകത്ത് അണ്ടറിൽ വരുന്ന എലിമെന്റ്സിനെയാണ് നമ്മൾ ചാൽക്കോജൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ അതിനെയാണ് നമ്മൾ ചാൽക്കജൻസ് പറയുന്നത്. അപ്പൊ ചാൽക്കജൻസിനകത്ത് എന്തൊക്കെ എലിമെന്റ്സ് വരും? സൾഫർ വരും, സെലീനിയം, ടെല്ലൂരിയം, ഇതൊക്കെ ഈ ഇതിനകത്ത് വരുന്ന എലിമെന്റ്സ് ആണ് ചാൽക്കജൻസ് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രീകേഴ്സർ. അപ്പൊ ഈ പ്രീകേഴ്സറിനകത്ത് നമുക്ക് 2 എണ്ണം, അതായത് 2 ടൈപ്സ് നമുക്ക് ഉണ്ടാക്കണം. അതായത് ഒന്ന് മെറ്റൽ പ്രീകേഴ്സറും വേണം, അതായത് ഞാൻ ഇതിനെ M എന്ന് എഴുതുകയാണ്, മറ്റേതിനെ C എന്ന് എഴുതുകയാണ്. അതായത് എനിക്ക് മെറ്റൽ പ്രീകേഴ്സറും വേണം, ഒന്ന് ചാൽക്കോജൻ പ്രീകേഴ്സറാണ് വേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. എനിക്കിപ്പോ കാഡ്മിയം, സെലീനിയം ആണ് പ്രീകേഴ്സർ എനിക്ക് ഉണ്ടാക്കേണ്ടത്. അതായത് എനിക്കിപ്പോ ഉണ്ടാക്കേണ്ടത് കാഡ്മിയം, സെലീനിയത്തിന്റെ പ്രീകേഴ്സർ ആണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് എനിക്കറിയാം കാഡ്മിയം എന്ന് പറയുന്നത് എന്താണ്? മെറ്റലാണ്. കാഡ്മിയം എന്ന് പറയുന്നത് മെറ്റലും സെലീനിയം എന്ന് പറയുന്നത് എന്താ? ചാൽക്കജൻ ഗ്രൂപ്പിനകത്ത് വരുന്നതുമാണ്. അപ്പോ ആദ്യം ഞാൻ ഉണ്ടാക്കേണ്ടത് ഏതാ? കാഡ്മിയത്തിന്റെ വേണം. അപ്പൊ കാഡ്മിയത്തിന്റെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എങ്ങനെ വേണ്ടത്? ഞാൻ കാഡ്മിയം ഓക്സൈഡ് ആണ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രീകേഴ്സർ ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പ്രീകേഴ്സറിനകത്ത് എനിക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് മെറ്റലും ചാൽക്കജനുമാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പൊ മെറ്റലിനകത്ത് മെറ്റൽ പ്രീകേഴ്സർ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് കാഡ്മിയം ഓക്സൈഡ് ആണ് വേണ്ടത്. അപ്പൊ ഈ കാഡ്മിയം ഓക്സൈഡ്, അതായത് വേറൊരു കളർ എടുക്കാം, എനിക്ക് വേണ്ടത് കാഡ്മിയം ഓക്സൈഡ് ആണ് വേണ്ടത്. അപ്പോ ഇതിനകത്ത് ഈ കാഡ്മിയം ഓക്സൈഡ് ഞാൻ എടുത്തു. ഇതിനെ ഞാൻ എന്തായിട്ട് മിക്സ് ചെയ്തു? ഞാൻ ഇതിനെ ഒരു സർഫാക്റ്റന്റുമായിട്ട് ഞാൻ മിക്സ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി നോക്കണം. അതായത് ഈ കൊളോയിഡൽ സിന്തസിസ് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രീകേഴ്സർ വേണം. സെക്കൻഡ് നമുക്കൊരു വേണ്ടുന്നൊരു കോമ്പോണന്റ് ആണ് സർഫാക്റ്റൻസ് വേണം. അതായത് എനിക്ക് അടുത്തത് വേണ്ടുന്നത് എന്താ വേണ്ടത്? ഒരു സർഫാക്റ്റൻസ് വേണം. ഒന്നെങ്കിൽ സർഫാക്റ്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും അതിനനുസരിച്ചുള്ള ലിക്വിഡ് വേണം. അപ്പൊ ഞാൻ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണം. അതായത് എനിക്ക് ഞാനൊരു പ്രീകേഴ്സർ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഈ പ്രീകേഴ്സറും സർഫാക്റ്റൻസും കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ മെറ്റൽ പ്രീകേഴ്സറും ചാൽക്കജൻ പ്രീകേഴ്സറും ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഈ കാഡ്മിയം ഓക്സൈഡ് പ്ലസ് ഞാൻ ഇവിടെ ഈ കാഡ്മിയം ഓക്സൈഡ് പ്ലസ് ഞാൻ ഒരു സർഫാക്റ്റന്റ് ഞാൻ ആഡ് ചെയ്യാണ്. ഞാൻ ഷോർട്ടായിട്ടാണ് എഴുതുന്നത്. സർഫാക്റ്റന്റും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് മെറ്റൽ പ്രീകേഴ്സർ ഞാൻ
റെഡിയാക്കി. അതായത് ഇതിനെ രണ്ടിനെയും ഞാൻ പിന്നീട് എന്ത് ചെയ്തു, ഹീറ്റ് ചെയ്തു. ഈ കാഡ്മിയം ആൻഡ് സർഫക്റ്റ്, അതായത് കാഡ്മിയം ഓക്സൈഡ് എടുത്തു, അതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു, അത് മിക്സ് ചെയ്തു ഏതെങ്കിലും ഒരു സർഫക്റ്റന്റ്. ഫോർ എക്സാമ്പിൾ ഒലീക് ആസിഡ് എക്സാമ്പിൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തേക്കുന്നത്, അതുമായിട്ട് മിക്സ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, ഇവരെ രണ്ടുപേരെയും കൂടിയിട്ട് ഞാനാണെങ്കിൽ ഹീറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്നിട്ട് ഹീറ്റ് ടു അത് ഡിസോൾവ് ചെയ്ത് ക്ലിയർ സൊല്യൂഷൻ ആവുന്ന വരെ ഹീറ്റ് ചെയ്തു. അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്നതാണ് ഈ ചാൽക്കജൻ പ്രീകേഴ്സർ. ചാൽക്കജനൈറ്റ് പ്രീകേഴ്സർ എന്ന് പറയുമ്പോൾ ഞാൻ സെലീനിയം ആണ് എടുക്കുന്നതെങ്കിൽ സെലീനിയത്തിനെ ഞാൻ ട്രയോ ഒക്ടൈൽ ഫോസ്ഫൈൻ അടുത്ത ഒരു സർഫക്റ്റൻസിലേക്ക് ഞാൻ അതിനെ ഡിസോൾവ് ചെയ്തേക്കാം. ഈ ചാൽക്കജനെ ഞാൻ എന്ത് ചെയ്തു, സെലീനിയവും ഇവിടെ താഴെ എഴുതുകയാണ്, സെലീനിയാണ് എൻ്റെ ചാൽക്കജൻ. അപ്പൊ സെലീനിയം പ്ലസ് TOP, അതായത് TOP എന്ന് ഉദ്ദേശിക്കുന്നത് ഈ അതിനകത്ത് എടുത്ത സർഫക്റ്റന്റ് ആണ്. അതായത് ട്രൈ ഓക്ടൈൽ ഫോസ്ഫൈൻ എന്ന് പറയുന്ന ഒരു സർഫക്റ്റന്റ് ആണ്, ഒരു ലിക്വിഡ് ആണ് എടുത്തത്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ ചാൽക്കജനൈറ്റ് പ്രീകേഴ്സറിനെ ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ രണ്ട് പ്രീകേഴ്സറിനെ പ്രിപ്പയർ ചെയ്തു, അതായത് ഒന്ന് മെറ്റലിന്റെയും പ്രിപ്പയർ ചെയ്തു, അടുത്തത് ചാൽക്കജന്റെയും ഞാൻ പ്രിപ്പയർ ചെയ്തു. അത് എന്തുമായിട്ട് മിക്സ് ചെയ്ത്, സർഫക്റ്റന്റുമായിട്ട് മിക്സ് ചെയ്തു. അപ്പൊ എനിക്ക് ലാസ്റ്റില് എന്ത് പ്രൊഡക്റ്റാ എനിക്ക് ആക്ച്വലി കിട്ടിയത്, എനിക്ക് മെറ്റൽ ചാൽക്കജനൈഡ് പ്രീകേഴ്സർ കിട്ടി. ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ന്യൂക്ലിയേഷൻ എന്ന് പറയുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ന്യൂക്ലിയേഷൻ. അപ്പോൾ ന്യൂക്ലിയേഷൻ എന്ന് പറയുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഈ ന്യൂക്ലിയേഷൻ എന്ന് പറയുന്നത് എന്താ, അവിടെ ഇഞ്ചെക്ഷൻ ആണ് നടക്കുന്നത്. അതായത് ന്യൂക്ലിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടൈനി ഗ്രോത്ത് ഫോം ചെയ്യും, അതായത് ടൈനി സോൾട്ട് പാർട്ടിക്കിൾസ് ഫോം ചെയ്യും. അതായത് നമുക്ക് ഈ കിട്ടിയ സംഭവത്തിൽ നമ്മളിത് മിക്സ് ചെയ്യാൻ പോകണം. അതായത് എനിക്ക് ഈ ചാൽക്കജനൈഡ് സൊല്യൂഷൻ ഉണ്ടല്ലോ, ഈ ചാൽക്കജനൈഡ് സൊല്യൂഷൻ ഞാൻ ഈ ഹോട്ട് മെറ്റൽ പ്രീകേഴ്സറിലേക്ക് ഞാൻ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു എന്ത് പറ്റും, അവിടെ ഒരു ഇൻസ്റ്റന്റേനിയസ് ന്യൂക്ലിയേഷൻ നടക്കും ഡ്യൂ ടു ദ സഡൻ ഇൻക്രീസ് ഇൻ ദ സൂപ്പർ സാച്ചുറേഷൻ. അതായത് എനിക്ക് കിട്ടിയ ചാൽക്കജനൈഡ്, അതായത് എനിക്ക് കിട്ടിയ ഈ ചാൽക്കജൻ സൊല്യൂഷനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ മെറ്റൽ പ്രീകേഴ്സറിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. ഞാനിത് ഇഞ്ചെക്ട് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അപ്പൊ അവിടെ ഒരു ടൈനി പാർട്ടിക്കിൾസ് ഫോം ചെയ്യും. അതായത് അവിടെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നതിനാണ് ന്യൂക്ലിയേഷൻ എന്ന് പറയുന്നത്. അതായത് ടൈനി സീഡ്സ് ആയിട്ട് ഫോം ചെയ്യും. അതായത് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി പറയാണ്, ടൈനി സീഡ്സ് ആയിട്ട് ഫോം ചെയ്യും. അതിനെയാണ് ആക്ച്വലി ഈ ന്യൂക്ലിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ കൊളോയിഡൽ സിന്തസിസിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് പ്രീകേഴ്സർ പ്രിപ്പറേഷൻ ആണ്. പ്രീകേഴ്സർ പ്രിപ്പറേഷനകത്ത് നമുക്ക് വേണ്ടുന്ന ഒരു സംഭവമാണ് സർഫക്റ്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ്സ്. അപ്പൊ എനിക്ക് മെറ്റൽ പ്രീകേഴ്സറും വേണം, ചാൽക്കജനൈറ്റ് പ്രീകേഴ്സറും വേണം. അതിന് മെറ്റലിനകത്ത് ആദ്യം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ കാഡ്മിയം ഓക്സൈഡ് എടുത്തു, പ്ലസ് ഏതെങ്കിലും ഒരു സർഫക്റ്റൻ്റ് ആയിട്ട് മിക്സ് ചെയ്ത് ഞാൻ അതിനെ ഹീറ്റ് ചെയ്തു.
അതിനെ ഹീറ്റ് ചെയ്ത് ഡിസോൾവ് ആവുന്നത് വരെ ഞാൻ അത് ഹീറ്റ് ചെയ്ത് ക്ലിയർ സൊല്യൂഷൻ ആക്കി. അത് കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ എന്തെടുത്തു, ഒരു ചാൽക്കജനിൽ ഏതെങ്കിലും ഒരു എലമെന്റ് എടുത്തു. ഞാൻ ഇവിടുത്തെ സെലീനിയം എടുത്തു. സെലീനിയം ഇവിടുത്തെ ട്രൈ ഒക്ടൈൽ ഫോസ്ഫൈൻ എന്ന് പറയുന്ന ഒരു സർഫക്റ്റന്റുമായിട്ട് ഞാൻ മിക്സ് ചെയ്ത് അങ്ങനെ ചാൽക്കജനായിട്ട് പ്രീകഴ്സർ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പാണ് ഈ ന്യൂക്ലിയേഷൻ എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയേഷനകത്ത് എന്താ നടക്കുന്നത്, ഈ ചാൽക്കജനൈഡ് സൊല്യൂഷൻ ഞാൻ ഈ മെറ്റൽ പ്രീകഴ്സറോട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മെറ്റൽ പ്രീകഴ്സറിലേക്ക് ഇൻജെക്ട് ചെയ്തു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു ടൈനി സീഡ് ഫോർമേഷൻ നടക്കും. അതായത് ചെറുതായിട്ടൊരു ഫോർമേഷൻ നടക്കും. അവിടെ ഒരു നാനോ ക്രിസ്റ്റലിന്റെ ചെറിയൊരു ഫോർമേഷൻ നടക്കും. അതിനെയാണ് ടൈനി സീഡ്സ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രീകഴ്സർ പ്രിപ്പറേഷൻ ആയിരുന്നു. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയേഷൻ ആയിരുന്നു. അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എന്ത് സ്റ്റെപ്പ്, ഗ്രോത്ത്. അടുത്ത സ്റ്റെപ്പാണ് ഗ്രോത്ത്. ഗ്രോത്തിനകത്ത് എന്താ പറയുന്നത്, ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയേഷൻ കഴിയുമ്പോഴത്തേക്കും, അതായത് ന്യൂക്ലിയേഷന്റെ സ്റ്റെപ്പിനകത്ത് ഞാൻ പറഞ്ഞ മാതിരി അവിടെ നമ്മൾ ഈ ഒരു ക്വാണ്ടം ഡോട്ട്സ്, അതായത് ഈ ചാൽക്കജനൈഡ് ക്വാണ്ടം ഡോട്ട്സും മെറ്റലിനകത്ത് ഇൻജെക്ട് ചെയ്ത് അവിടെ ഒരു ടൈനി ക്രിസ്റ്റൽ ഗ്രോത്ത് ഫോർമേഷൻ നടന്നു. ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ടെമ്പറേച്ചർ കുറച്ചും കൂടെ കുറയും. നമ്മൾ ടെമ്പറേച്ചർ കുറച്ചൊന്ന് കൂൾ ഡൗൺ ആക്കാൻ നമ്മൾ ശ്രമിക്കും. അവിടെ അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഈ ക്വാണ്ടം ഡോട്ട്സ് മോണോമേഴ്സ് ഫോം ചെയ്യാൻ തുടങ്ങും ഈ ക്രിസ്റ്റലിന്റെ സർഫസിൽ. അങ്ങനെയാണ് ആ ഒരു ഗ്രോത്ത് പ്രോസസ്സിനെയാണ് ആക്ച്വലി ന്യൂക്ലിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഗ്രോ ചെയ്ത് എന്തായിട്ട് മാറും, നാനോ ക്രിസ്റ്റലായിട്ട് പിന്നെ അത് മാറും. ഇത് ഗ്രോ ചെയ്ത് എന്തായിട്ട് മാറുന്നേ, നാനോ ക്രിസ്റ്റലായിട്ട് മാറും. അതാണ് ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. നാനോ ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യും. ന്യൂക്ലിയേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് അത് ഗ്രോ ചെയ്ത് നാനോ ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യും. ഒരു സെക്കൻഡ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ടെർമിനേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് ടെർമിനേഷൻ. അതായത് നമ്മൾ അവിടെ റിയാക്ഷനെ എൻഡ് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് ടെർമിനേഷൻ സ്റ്റെപ്പ്. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്ഷനെ അവിടെ എൻഡ് ചെയ്യുക. അതിനാണ് ടെർമിനേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് അവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി വൺസ് നമുക്ക് നമ്മുടെ ഡിസൈഡ് പ്രൊഡക്റ്റ് കിട്ടിയെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും, റിയാക്ഷനെ നമ്മൾ അവിടെ ക്വെഞ്ച് ചെയ്യും. റിയാക്ഷൻ ഇസ് quenched. ടെർമിനേഷൻ സ്റ്റെപ്പിൽ quenched എന്ന് വെച്ചാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് അർത്ഥം. റിയാക്ഷൻ ഇസ് quenched, അതായത് റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് അർത്ഥം. ലാസ്റ്റ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടം ഡോട്ട്സ് കിട്ടിയെങ്കിൽ പിന്നെ നമ്മൾ അവിടെ റിയാക്ഷനെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ ബൈ കൂളിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ സോൾവെന്റ് ആഡ് ചെയ്തിട്ടായിരിക്കും ആ റിയാക്ഷൻ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് പ്യൂരിഫിക്കേഷൻ ആണ്. അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് ദ പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പ്. അഞ്ചാമത്തത് പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പ്. അപ്പൊ നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, ടെർമിനേഷൻ സ്റ്റെപ്പ് ആയിരുന്നു. ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ റിയാക്ഷനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. റിയാക്ഷൻ നമ്മൾ ക്വെഞ്ച് ചെയ്യിക്കുന്നതാണ്. അടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നത് നമ്മൾ പ്യൂരിഫൈ ചെയ്യുക. അതായത് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഈ ക്വാണ്ടം ഡോട്ട്സിനെ, അതായത് നാനോ മെറ്റീരിയലിലുള്ള ഈ ക്വാണ്ടം ഡോട്ട്സിനെ നമ്മൾ
പ്യൂരിഫൈ ചെയ്ത് കളക്ട് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നോൺ സോൾവെന്റ്, അതായത് അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യും. അതായത് നമുക്ക് കിട്ടിയ മിക്സ്ചറിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അതിനെ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും നമ്മളുടെ ക്വാണ്ടം ഡോട്ട്സ് ആവുന്നത്. അപ്പൊ അത് കുറെ പ്രാവശ്യം ഈ ലിഗാൻസ് വെച്ചും ബൈ പ്രൊഡക്ട്സ് വെച്ച് നമ്മളത് കുറെ പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന സംഭവമാണ് ഈ ക്വാണ്ടം ഡോട്ട്സ് ആണ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റിൽ ഇതിനെ റീഡിസ്പേഴ്സ് ചെയ്യും. അതായത് നമ്മൾ റീഡിസ്പേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് സോൾവെന്റിലേക്ക് നമ്മൾ അതിനെ മിക്സ് ചെയ്ത് നമുക്ക് അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ബൈ പ്രോഡക്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ റീഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ലാസ്റ്റിൽ പ്യൂരിഫൈ ചെയ്തിരിക്കുന്നത്. സെൻട്രിഫ്യൂജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെൻട്രിഫ്യൂജ് മെഷീൻ ഉണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് നമുക്ക് ഈ സൊല്യൂഷന് നമ്മളൊരു സെൻട്രിഫ്യൂജ് ട്യൂബ് ഉണ്ടാവും. ആ ട്യൂബിനകത്തോട്ട് നമ്മൾ കുറച്ച് ഫുള്ള് നമ്മൾ നിറയ്ക്കില്ല, ആ ഒരു ട്യൂബിന്റെ ഹാഫിലായിരിക്കും നമുക്ക് നമ്മുടെ കിട്ടിയ മിക്സ്ചർ അല്ലെങ്കിൽ സൊല്യൂഷൻ നമ്മൾ നിറച്ചിട്ട് നമ്മൾ അതിന് കുറച്ച് നേരത്തേക്ക് സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ അതിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറ്റും, ഫിൽട്രേറ്റ് മേളിൽ പറ്റും, അതിന്റെ റെസിഡ്യൂ അടിയിൽ സെറ്റിൽഡ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് 2 ലെയർ ആയിട്ട് ഫോം ചെയ്യാം. അതായത് നമുക്ക് ഈസി സെപ്പറേഷൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സെൻട്രിഫ്യൂജ് മെത്തേഡ്. അതായത് ഒരു സെപ്പറേഷൻ മെത്തേഡാണ് ഈ സെൻട്രിഫ്യൂജ് എന്നത്. അപ്പൊ ഇത് ഇത്രയാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ. അപ്പോൾ നമുക്ക് കൊളോയിഡൽ സിന്തസിസിനകത്ത് വരുന്ന സ്റ്റെപ്പുകളാണ് പ്രീകേഴ്സർ, അതായത് preparation of precursor, nucleation, growth, termination and purification. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എളുപ്പമാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിനകത്ത് എക്സാമ്പിൾ വെച്ചിട്ട് വരുന്നത് ഈ പ്രീകേഴ്സറിനകത്തുള്ള ആകെ ഒരു എക്സാമ്പിളെ കൊടുത്തിട്ടുള്ളൂ. ആ എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മതി. ഇപ്പൊ ഏതെങ്കിലും സർഫാക്റ്റൻസിന് ഏതെങ്കിലും ഒരു പേര് ഓർത്തിട്ട് അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താലും മതി. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമുക്കിനിയിപ്പോൾ ഈ ഒരു ക്വാണ്ടം ഡോട്ട്സിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. ഏതാ, ആപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കേഷനകത്ത് എന്ന് പറയുമ്പോഴത്തേക്കും പല ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമേ തന്നെ കണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആപ്ലിക്കേഷൻസിനകത്ത് നമ്മൾ ഫസ്റ്റ് കണ്ടത്? അതായത് നമ്മൾ ആപ്ലിക്കേഷൻസിനകത്ത് നമ്മൾ കണ്ടത് സോളാർ സെൽസിൽ അത് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. കുറെ ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു. ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സോളാർ സെൽസിലുണ്ട്, മറ്റേതിൽ LEDസിലുണ്ട്, അതായത് ഡിസ്പ്ലേസിൽ വരുന്നത്. അങ്ങനെ നമുക്ക് കുറെ ആപ്ലിക്കേഷൻസ്. അപ്പൊ ഡിസ്പ്ലേസിൽ എന്ന് പറയുമ്പോഴത്തേക്കും കുറേയും കൂടെ ബ്രൈറ്റർ ആൻഡ് പ്യുവർ കളേഴ്സിനെ കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതായത് ഈ ക്വാണ്ടം ഡോട്ട്സ് LEDs ഉണ്ട്, അവർ കുറച്ചും കൂടെ നല്ല രീതിയിൽ ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള എഫിഷ്യൻസി ഉണ്ടാവും. അതിനനുസരിച്ച് ട്യൂണബിളും ആണ്. പിന്നെ കോസ്റ്റ് എക്കോ ഫ്രണ്ട്ലി രീതിയിലുള്ളതായിരിക്കും ഈ അതിന്റെ ഡിസ്പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂണബിൾ എമിഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. നമുക്ക് നമ്മളുടെ അനുസരിച്ചുള്ള ഡിസൈർഡ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അവിടുത്തെ റിസൾട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹൈ ക്വാളിറ്റി എനർജി എഫിഷ്യൻറ്റ് ഡിസ്പ്ലേസ് ആയിരിക്കും കിട്ടുന്നത്. TVയിലും മോണിറ്റേഴ്സിലും ഫോൺസിലും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അടുത്തത് വരുന്നത് ബയോളജിക്കൽ ഇമേജിംഗ് പേർപ്പസിനാണ് വരുന്നത്. അതായത് ബയോളജിക്കൽ ഇമേജിംഗ് പേർപ്പസിനകത്ത് വരുന്ന വെച്ചാൽ അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞത് നമുക്ക് കുറച്ചും കൂടെ അതിന്റെ ഇമേജുകളും കാര്യങ്ങളും, അതായത് നമുക്ക് നമ്മളുടെ സെൽസ് ടിഷ്യൂസ് എഫക്റ്റ് ആയ ഏരിയകളിലൊക്കെ കുറേയും കൂടെ അത് ഒരു ബ്രൈറ്റ് ആയിട്ട് ആ ഒരു ഏരിയ അത്രയും ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, കുറെ നേരത്തേക്ക് കാണാൻ പറ്റും. അത് അത്രയും ഈ ഫോട്ടോ സ്റ്റെബിലിറ്റി കാരണം അത്രയും പോവില്ല, ഫെയ്ഡായി പോകത്തില്ല. അപ്പൊ ദീസ് ക്യാൻ ബി അറ്റാച്ച്ഡ് ബയോമോളിക്യൂൾസിലൊക്കെ അറ്റാച്ച് ആയി നിൽക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ സെൽസും പിന്നെ നമുക്ക് ഇപ്പൊ സെൽസിനെ പറ്റി സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡിസീസസ് ട്രാക്ക് ചെയ്യാനും അതിനൊക്കെയാണ് ഈ ബയോളജിക്കൽ ഇമേജിംഗ് പേർപ്പസിൽ നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് വരുന്നതാണ്
സോളാർ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സോളാർ സെൽസിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. അതായത് ആപ്ലിക്കേഷൻ ഇൻ സോളാർ സെൽസ്. സോളാർ സെൽസിനകത്ത് സോളാർ സെൽസ് നമുക്കറിയാം ഇറ്റ് ക്യാൻ അബ്സോർബ് വൈഡ് റേഞ്ച് ഓഫ് സൺലൈറ്റ്, വേവ് ലെങ്ത്തിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും അല്ലെ. പലത് നമ്മൾ എന്തായാലും സൺലൈറ്റിന്റെ കീഴിലാണ് വെക്കുന്നത് സോളാർ സെൽസ്. അപ്പോൾ ഫുൾ ഡിഫറെന്റ് റേഞ്ച് വേവ് ലെങ്ത്തിൽ നമുക്ക് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ആ സൈസ് ട്യൂൺ ചെയ്ത് അതിന്റെ പ്രോപ്പർട്ടീസ് ഇറ്റ് ക്യാൻ ഹെൽപ്പ് ക്യാപ്ചർ ദ സോളാർ എനർജി. അതായത് ക്വാണ്ടം ഡോട്ട്സിൽ ഡിഫറെന്റ് സൈസിലുണ്ട്. അപ്പൊ പല സൈസിലെ മെറ്റീരിയൽസിന് പല റേഞ്ചിലുള്ള വേവ് ലെങ്ത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ അത് ചീപ്പ്, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദേ ആർ ആക്ച്വലി ചീപ്പർ ആണ്, ഫ്ലെക്സിബിൾ ആണ്, ദേ മോർ എഫിഷ്യന്റ് സോളാർ പാനൽസ്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. പിന്നെ വരുന്നത് ആസ് സെൻസേഴ്സ് ആയിട്ട് അത് അവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്ത ആപ്ലിക്കേഷൻ വരുന്നതാണ് സെൻസേഴ്സിൽ. സെൻസേഴ്സിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇവർക്ക് ലാർജ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഉള്ളതുകൊണ്ട് ഈ എന്താ പറയുക സെൻസിറ്റീവ് ആൻഡ് സെലക്റ്റീവ് സെൻസേഴ്സിൽ നല്ല ആപ്ലിക്കേഷൻസ് ആയിരിക്കും അവർ കാണിക്കുന്നത്. ഓക്കെ, അതായത് ഇൻ ഫാബ്രിക്കേറ്റിംഗ് സെൻസേഴ്സ് സച്ച് ആസ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ആൽക്കഹോൾ, അതിലൊക്കെ കുറച്ചും കൂടെ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇവർക്ക് ഹൈ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഉള്ളതുകൊണ്ടും പിന്നെ ഈ ഫോട്ടോല്യൂമിനസൻസ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്, അതായത് കുറേയും കൂടെ ഗ്ലോ ചെയ്ത് നിൽക്കാൻ പറ്റുന്നുള്ളൊരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. പിന്നെ ആസ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഇൻഫ്രാറെഡും വിസിബിൾ ലൈറ്റും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഇൻഫ്രാറെഡ് ലൈറ്റിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ നൈറ്റ് വിഷൻ ക്യാമറാസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സ്പെക്ട്രോസ്കോപ്പി ഫോർ ഗ്യാസ് ഡിറ്റക്ഷൻ, പിന്നെ ക്വാളിറ്റി കൺട്രോൾ, അതിനൊക്കെയാണ് ആ ഒരു ഏരിയയിൽ ആപ്ലിക്കേഷൻ വരുന്നത്. അതായത് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് അതാണ് അടുത്തൊരു ആപ്ലിക്കേഷൻ. അതായത് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഈ IR UV മീൻസ് IR റേഡിയസും വിസിബിൾ ലൈറ്റ് ഒക്കെ കുറച്ചും കൂടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. IRും വിസിബിൾ ലൈറ്റും ഒക്കെ ഷോർട്ടായിട്ട് എഴുതിയേക്കുന്നുള്ള. അതായത് IRനകത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ നൈറ്റ് വിഷൻ ക്യാമറാസിലും അല്ലാതെ ക്വാളിറ്റി കൺട്രോളും പിന്നെ ഗ്യാസ് ഡിറ്റക്ഷൻ പർപ്പസ്, അതായത് അറ്റ്മോസ്ഫിയറിക് സ്പെക്ട്രോസ്കോപ്പി ഗ്യാസ് ഡിറ്റക്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് വരുന്നത്. പിന്നെ ഇപ്പോൾ സർവൈലൻസ് മെഷീൻസിലൊക്കെ ക്വാണ്ടം ഡോട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ഈ എന്താ പറയാ മെഷീൻ വിഷൻ, ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ, അങ്ങനെയൊക്കെ കുറെ രീതിയിൽ ആ ഒരു ഏരിയയിലൊക്കെ ക്വാണ്ടം ഡോട്ട്സിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. സോ ഇത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. അതായത് ഡിസ്പ്ലേസിലുണ്ട്, ബയോളജിക്കൽ ഇമേജിംഗ്, സോളാർ സെൽസ്, സെൻസേഴ്സ് ആൻഡ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ്. ഇത്രയും ഏരിയാസിലാണ് ഈ ക്വാണ്ടം ഡോട്ട്സിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ക്വാണ്ടം ഡോട്ട്സിന്റെ ഒരു സെക്ഷൻ നമ്മളിപ്പോൾ കഴിഞ്ഞു. അപ്പൊ ക്വാണ്ടം ഡോട്ട്സ് നമ്മൾ പറഞ്ഞു. ആദ്യം നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. എന്താ ക്വാണ്ടം ഡോട്ട്സ് പറഞ്ഞു? അവർ ടൈനി സെമി കണ്ടക്ടേഴ്സ് ആണ് അല്ലെ. സെമി കണ്ടക്ടർ ആണ്. അതിന്റെ റേഞ്ച് വരുന്നത് 2 to 10 നാനോമീറ്റേഴ്സ് റേഞ്ചിലായിരിക്കും അവർ വരുന്നത്. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതായത് മെയിൻലി ഇറ്റ് ഹാസ് ഗോട്ട് 3 പ്രോപ്പർട്ടീസ് ആണ്. മെയിൻലി 3 മെയിൻ പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്ന് ക്വാണ്ടം കൺഫൈൻമെന്റ് പറഞ്ഞു, പിന്നെ എന്താ ട്യൂണബിൾ എമിഷൻ നമ്മൾ പറഞ്ഞു, പിന്നെ ഫോട്ടോ സ്റ്റെബിലിറ്റി. ഇത് 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ പറഞ്ഞത് സിന്തസിസിനെ പറ്റി പറഞ്ഞു. അപ്പൊ മെയിൻ ആയിട്ട് സിന്തസിസിനകത്ത് എന്തൊക്കെ
എത്ര സ്റ്റെപ്പുകളാണുള്ളത്? അതായത് 5 സ്റ്റെപ്പുകളാണ് സിന്തസിസ് നടക്കുന്നത്. അതായത് ഏത് സിന്തസിസ് യൂസ് ചെയ്യുന്നത്? കൊളോയിഡൽ സിന്തസിസ് ആണ്. അപ്പോൾ കൊളോയിഡൽ സിന്തസിസിനകത്ത് വരുമ്പോൾ 5 മേജർ സ്റ്റെപ്സ് ആണ് വരുന്നത്. 5 മേജർ സ്റ്റെപ്പുകൾ വരുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ വരുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെറ്റൽ പ്രീകേഴ്സറിന്റെ പ്രിപ്പറേഷൻ വരുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ. പ്രീകേഴ്സറിനെ നമ്മൾ കെമിക്കൽസുമായിട്ട് മിക്സ് ചെയ്ത് സർഫക്റ്റൻസുമായിട്ട് മിക്സ് ചെയ്ത് അതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്? ന്യൂക്ലിയേഷൻ സ്റ്റെപ്പ് ആണ് അല്ലെ. അതായത് പ്രീകേഴ്സർ കഴിഞ്ഞിട്ട് വരുന്നത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ന്യൂക്ലിയേഷൻ സ്റ്റെപ്പ് ആണ് വരുന്നത് അല്ലെ. ന്യൂക്ലിയേഷൻ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ സീഡ്സ് ആയിട്ട് ടൈനി ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യും. ആ റിയാക്ഷൻ്റെ നടക്കുന്ന സമയത്തേക്കാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എന്താ? അവിടെ ടെമ്പറേച്ചർ ലോ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലോ ആക്കി റിയാക്ഷൻ പയ്യെ ആകുമ്പോഴത്തേക്കും അവിടെ അടുത്ത സ്റ്റെപ്പ് നടക്കുന്നത് ഗ്രോത്ത് ആണ്. ആ റിയാക്ഷന്റെ പ്രോസസ് നടക്കുന്ന സമയത്ത് വരുന്നതാണ് ഗ്രോത്ത് എന്ന് പറയുന്ന സ്റ്റെപ്പ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താ? ഗ്രോത്ത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ടെർമിനേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിയാക്ഷൻ നമുക്ക് ഡിസൈഡ് ക്വാണ്ടം ഡോട്ട്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ആ ഒരു ഇതിനെ സ്റ്റോപ്പ് ചെയ്യണം, ആ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. അതിനാണ് ടെർമിനേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടിയ സംഭവത്തിൽ നിന്ന് നമ്മൾ ക്വാണ്ടം ഡോട്ട്സിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് കളക്ട് ചെയ്തെടുക്കും. അതിനെയാണ് പ്യൂരിഫിക്കേഷൻ. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ 5 സ്റ്റെപ്പുകളാണ് ഇത്. ഒന്ന് പ്രീകേഴ്സറിന്റെ പ്രിപ്പറേഷൻ, ന്യൂക്ലിയേഷൻ, ഗ്രോത്ത്, ടെർമിനേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പുകൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു ആപ്ലിക്കേഷൻസ് പറഞ്ഞു. മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തെടുത്ത ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? ഡിസ്പ്ലേസിൽ, ബയോമെഡിക്കൽ ഇമേജിംഗ് പർപ്പസിൽ, പിന്നെ സോളാർ സെൽസ്, ഫോട്ടോ ഡിറ്റക്ടേഴ്സ്, ഇതിലൊക്കെയാണ് നമ്മൾ മെയിൻ ഇതിന്റെ ആപ്ലിക്കേഷൻസ് കാണുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. Okay, so thank you.